അമ്മയിലെ ഏറ്റവും നല്ല ഗാംഭീര്യമുള്ള നിലപാടുള്ള ശബ്ദമായി എന്നും നമ്മൾ കേൾക്കുന്ന ആസിഫ് അലി എന്ന നടന്റെ ശബ്ദം നമ്മൾ വീണ്ടും കേൾക്കുകയാ. അൻസിബ ടിനി-ടോം വിവാദം പുകഞ്ഞു പൊന്തി നിൽക്കുമ്പോ അമ്മയുടെ മക്കളുടെ തലയ്ക്കുമേൽ എന്താ ആസിഫ് അലിയുടെ സ്റ്റേറ്റ്മെന്റ്? അൻസിബ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി അൻസിബയ്ക്ക് സഹിക്കാനാവാത്തത് കൊണ്ടായിരിക്കും, പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും, നിലനിൽപ്പില്ലാതായത് കൊണ്ടായിരിക്കും അൻസിബ അത് പറഞ്ഞത് എന്ന് പറയാനുള്ള തന്റെ ഇടം. ഏതൊക്കെ വിഷയത്തിലാ ആസിഫ് അലി കൃത്യമായ സ്റ്റാൻഡ് പറഞ്ഞിട്ടുള്ളത്? ഒരു യുവനടൻ എന്നുള്ള നിലയിൽ മുഖ്യധാരയിലെ ഏറ്റവും നല്ല നടൻ, ഏറ്റവും ശ്രദ്ധയിക്കപ്പെട്ട വേഷങ്ങളിലൂടെ സിനിമ എന്ന കലാസൃഷ്ടിയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് കേരളത്തിൽ മലയാളികൾക്കിടയിൽ കൊടുക്കുന്ന നടൻ എന്നുള്ള നിലയിലൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ പോകുന്ന ആസിഫ് അലി ആർക്കൊക്കെ റോൾ മോഡലാകുന്ന മമ്മൂട്ടിക്കും മോഹൻലാലിനും അടക്കമുള്ള നിശബ്ദമാക്കപ്പെടുന്ന, ശബ്ദമാകേണ്ടടുത്തു നിശബ്ദതയുടെ പര്യായമായി മാറുന്ന മഹാനടന്മാർക്ക് പോലും മാതൃകയായി ആസിഫ് അലി മാറുന്നത് എത്രാമത്തെ പ്രാവശ്യമാണ്? ഭാവനയുടെ വിഷയത്തിൽ ദിലീപിനെതിരെ സംസാരിക്കുന്നതിൽ, വുമൻസ് WCCക്ക് വേണ്ടി സംസാരിക്കുന്നതിൽ, പാർശ്വവൽക്കരിക്കപ്പെടുന്ന സ്ത്രീത്വത്തിനെതിരെ, അവസരങ്ങൾ സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്നതിനെതിരെ, എത്രയെത്ര കാര്യങ്ങളിൽ, മീ ടു ചലഞ്ചുകളിൽ, അങ്ങനെ എത്രയെത്ര കാര്യങ്ങളിൽ ഇപ്പോ അവസാനം ഈ വിഷയത്തിലും നിലപാട് പറയുന്നു ആസിഫ് അലി എന്നുള്ളതാണ്. നിലനിൽപ്പില്ലാത്തതായതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഏറ്റവും അവസാനം കൈവിട്ട് പറഞ്ഞു പോയതാകാം അൻസിബ എന്ന് ആസിഫ് അലി പറയുന്നതോടുകൂടി ഒരു വലിയ നിലപാടായി അമ്മയെ ഇനിയും നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ AMMA എന്ന സംഘടനയെ നോക്കിക്കാണാൻ ഒരു ചെറിയ വെളിച്ചം ദൂരെ കത്തുന്നതിന്റെ ഒരു സൂചകമൊക്കെയായി മാറുന്നു ആസിഫ് അലി എന്നുള്ളതാണ്. ആസിഫ് അലിയും പൃഥ്വിരാജും ഒക്കെ വലിയ രീതിയിലുള്ള നിലപാടുകൾ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ മുഖ്യധാര മഹാനടന്മാർക്ക് പോലും അതിനെ അനുകൂലിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊക്കെ നിശബ്ദമായി പോയ നാവുകൾ എത്ര സംഭവങ്ങളിലാണ് വന്നത്. ഇത്രയും പ്രശ്നങ്ങൾ കത്തി നിൽക്കുന്ന സമയത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ, ഒരു നിലപാട് പറയാൻ എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും സാധിക്കാതെ പോകുന്നത്? ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തുമൊക്കെ ഇങ്ങനെ അവരുടെ ഇൻഡസ്ട്രിയെ ബാധിക്കാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ അഭിപ്രായം പറയുന്നതിൽ അവരുണ്ട്, നിലപാടുകൾ പറയുന്നതിൽ അവരുണ്ട്. അമ്മ എന്ന് പറയുന്ന സംഘടന എത്രമേൽ വലിയ അധപ്പതനമായി നാഷണൽ ലെവലിൽ, രാജ്യത്ത് സിനിമാ കൂട്ടായ്മകളിൽ, സിനിമ അസോസിയേഷനിൽ ഏറ്റവും താഴെ ഉള്ള നിലവാരത്തിലേക്ക് പോലും അമ്മ പോയപ്പോൾ പോലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അതിന്റെ നിലപാടുകളെ ഹോൾഡ് ചെയ്യാൻ കഴിയാതെ പോയ മഹാനടന്മാർക്ക് മുമ്പിലാണ് ആസിഫ് അലി എന്ന യുവത്വം ഒരു വലിയ ശബ്ദമായി മാറുന്നതും നിലപാട് പറയുന്നതും പലതവണ, നിരവധി തവണ ഒരു ശുഭാപ്തി വിശ്വാസവുമായി എന്നുള്ളത്.